വിശ്വാസ ജീവിതത്തെ വളർത്തുവാനായിട്ട് ഈ ദേവാലയം പൂർണ്ണമായ ചെയ്യുന്നു. ഈ ദേവാലയത്തെ പ്രതികരിച്ച് കർത്താവെ ഈ ദേശത്ത് അനുഗ്രഹിക്കുന്ന പ്രശുശ്രൂഷണമായിരുന്നാൽ വിദാസിനെ അവിടെ നിന്ന് ഉപയോഗിച്ച് പ്രവർത്തന സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ശുശ്രൂഷയുടെ സാന്നിധ്യവും പ്രവീണോടെയും ഞങ്ങൾക്ക് വേണ്ടി ജീവിതം ശേഷിക്കുന്നു. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവേ, നിന്റെ കരുണയും ദയയും ഓർക്കണമേ. അവ കൊണ്ടുകൊണ്ടേയുള്ളതല്ലോ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുന്നവർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ആണോ, നാം നമ്മെ സ്നേഹിക്കുന്നതിലൊക്കെ പൂർണ്ണാജയം പ്രാപിക്കുന്നു. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനോട് തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടല്ലോ ക്രിസ്തു മരിക്കുകയും മുഴക്കുകയും ചെയ്തത്. ദുഃഖിക്കുന്നവർക്ക് ഭാഗ്യവാന്മാർക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തെ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും. സ്നേഹമുള്ള പിതാവേ, എല്ലാ ദുഃഖിതരെയും ആശ്വസിപ്പിക്കുന്നതിനായിട്ട് നിരപരിശുദ്ധാത്മാവിനെ നിലവാഴ്ത്തപ്പെട്ടതായ ശിശുക്കളുടെ മേൽ പകർന്നുവല്ലോ. ഇപ്പോൾ ദുഃഖത്തിരിക്കുന്ന എല്ലാവരെയും വിശേഷാൽ ഈ സഹോദരന്മാരുടെ ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ നിന്റെ സ്നേഹങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. അറ്റുപോകാത്ത കൂട്ടായ്മയെ നിരന്തരമായ നിന്റെ സാന്നിധ്യവും ആശ്വാസവും അവർക്ക് നൽകണമേ. തന്മഹത്തുള്ള സ്ഥാനത്തിന് പ്രത്യാശയും സന്തോഷവും സമാധാനവും ഏവർക്കും ദാനം ചെയ്ത് ഞങ്ങളുടെ രക്ഷിതാവും കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, സ്വർഗ്ഗത്തിലും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരും നിന്നെ ആരാധിക്കുന്നത് പോലെ ഞങ്ങളും നിന്നെ ആരാധിക്കേണ്ടതിനും അവർ നിന്നിൽ ആശ്രയിക്കുന്നത് പോലെ ഞങ്ങളും നിന്നിൽ ആശ്രയിക്കേണ്ടതിനും അവർ നിന്നിൽ സന്തോഷിക്കുന്നത് പോലെ ഞങ്ങളും നിന്നിൽ സന്തോഷിക്കേണ്ടതിനും അവർ നിന്നെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നെ സ്നേഹിക്കേണ്ടതിനും അവരിലുള്ള അതേ മനോഭാവം ഞങ്ങൾക്ക് തരണമെന്ന് കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, എണ്ണമില്ലാത്ത മാലാഖമാരോടും സിദ്ധിയിൽ പൂർണ്ണമാക്കപ്പെട്ടിട്ടുള്ള നീതിമാന്മാരുടെ ആത്മാക്കളോടും കൂടെ നീ ഞങ്ങളെ നിങ്ങളിലേക്ക് അടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങളുടെ പ്രയാണകാലത്ത് നിന്റെ വിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മയിൽ ഞങ്ങൾ നിലനിൽക്കുവാനും നിത്യരാജ്യത്തേക്കുള്ള പ്രത്യാശയിൽ ഞങ്ങൾ ജീവിക്കുവാനും സ്വർഗീയ സമാധാനവും ധൈര്യവും അനുഭവിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം കൃപ ചെയ്യണമേ. കീർത്തനം 251 പാടുന്നതായിട്ടുള്ള സമയത്ത് ഇനി ഭൗതിക ശരീരം ആരെങ്കിലും കാണുവാനുണ്ടെങ്കിൽ ഈ സമയത്ത് പാട്ട് പാടുന്നതായിട്ടുള്ള സമയത്ത് ഭൗതിക ശരീരം കാണുവാനുള്ള അവസരമുണ്ട്. കീർത്തനം 251.
നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം വായിക്കപ്പെടുന്നു. വിശുദ്ധങ്ങളിലേക്ക് ഇറങ്ങിയിടത്തേക്കുന്ന പ്രത്യേക സങ്കീർത്തനം 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരത്തിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിയുമ്പോഴ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാൽ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ഈ ശുശ്രൂഷയിലേക്കുള്ള പ്രത്യേക പാഠഭാഗം ഇപ്പോൾ വായിക്കുന്നു. ഈ ശുശ്രൂഷ ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക പാഠം വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം മുതൽ 7-ാം വാക്യം. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം മുതൽ എഴുതപ്പെട്ടിരിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ജീവനുള്ള വചനം കേൾപ്പിക്കും. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവ സന്നിധിയിൽ നിന്നും തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും. അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല. ദുഃഖവും ഉറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകും. ദാഹിക്കുന്നവന് ഞാൻ ജീവനിറവെന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇവിടെ പ്രത്യേക പാഠഭാഗം അവസാനിക്കുന്നു. വേണ്ടി കൈക്കാരന്മാരെ എഴുത്ത് സമർപ്പിക്കുന്നു. അലിവ് പാലിയേറ്റീവ് കെയറിനും വിജയം ഹോസ്പിറ്റലിനും വേണ്ടി റോയി ഈപ്പൻ സബി മാത്യു അച്ഛൻ ഇപ്പോൾ റീത്ത് സമർപ്പിക്കും. ഈ വാത്സല്യ പിതാവ് ദീർഘകാലം ശുശ്രൂഷകനായി പ്രവർത്തിക്കുകയും ഈ പിതാവിൻ്റെ ശ്രമഫലമായി രൂപപ്പെട്ടതുമായിട്ടുള്ള നാട്ടകം ഇടവയ്ക്ക് വേണ്ടി ഇപ്പോൾ കൈക്കാരന്മാർ വിടുവാനുള്ള
റീത്ത് സമർപ്പിക്കുകയും ഇടവക വികാരിയും അതോടൊപ്പം തന്നെ മൂലയിടം ഇടവകയുടെ വികാരിയുമായിരിക്കുന്ന സാമേൽ മനച്ചൻ ആശ്വാസത്തിൻ്റെ വാക്കുകളെ അറിയിക്കുകയും ചെയ്യും. ബഹുമാനമുള്ള സാറിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ, സമാധാനിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 35 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. മൂലയിടം സെൻറ്റ് പോൾ CSI ഇടവകയുടെ പേരിലും നാട്ടകം സെൻറ്റ് ലൂക്ക് CSI സഭയുടെ പേരിലുള്ള എല്ലാ അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തുവാനായിട്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. നാട്ടകം സെൻറ്റ് ലൂക്ക് CSI ദേവാലയം രൂപപ്പെടുകയും അവിടെ ഉത്തമ ക്രിസ്തീയ സാക്ഷ്യം നിർവഹിക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിലും സാറിൻ്റെ ഔദ്യോഗിക ശുശ്രൂഷയിലെ ഭൂരിഭാഗ സമയം കുടുംബമായി അവിടെ താൻ വേർതിരിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാറിനെക്കുറിച്ച് പറയാത്ത ദിനങ്ങൾ ആ സഭയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു കാരണത്താൽ സാറിൻ്റെ പേരവിടെ പരാമർശിക്കാറുണ്ട് എപ്പോഴും. അഹോരാത്രം നാട്ടകം സഭയ്ക്ക് വേണ്ടി പ്രയത്നിക്കുകയും ഓരോ ഭവനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി വീട് വീടാന്തരം കയറിയിറങ്ങി മറ്റുള്ളവരെ സമീപിച്ചു. അവിടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുവാൻ ബഹുമാനമുള്ള സാറിന് കുടുംബത്തിന് ഇടയായി എന്നോ ദൈവത്തിന് സ്തോത്രം ചെയ്യും. തികച്ചും തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗ സമയവും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നു നാട്ടകം പ്രദേശത്തിന് വേണ്ടി തന്നെയായിരുന്നു. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനോടൊപ്പം തന്നെ അവിടുത്തെ ആത്മീയ ശുശ്രൂഷ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിർവഹിക്കാൻ മനോഹരമായ ഒരു ദേവാലയം അവിടെ ആയി തീരുമാനമൊക്കെയും സാറിൻ്റെ ശുശ്രൂഷയാക്കി. വളരെ കർക്കശമായ ചില തീരുമാനങ്ങളും നിശ്ചയദാർഢ്യവും അതിലുപരി ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ദൈവം വിളിച്ച് നിയോഗിച്ചാക്കിയ ശുശ്രൂഷയിൽ വിശ്വസ്തനായി അന്യത്തോളം നിൽക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട സാറിന് സാധിച്ചു എന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. സാറ് മാത്രമല്ല കുടുംബാംഗങ്ങൾ മക്കൾ എല്ലാവരും ആ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എനിക്കും സാറിനെ ശാരീരികമായി ക്ഷീണ സമയത്ത് വന്ന് കമ്മിറ്റിയിൽ ചേർന്ന് വന്ന് കാണുവാനൊക്കെ ഇവിടെയായി. അതേപോലെ അനേക ചരിത്രപരമായ കാര്യങ്ങളുടെ ഒരു ഉറവിടം കൂടെയായിരുന്നു ബഹുമാനമുള്ള സാർ. എനിക്ക് തോന്നുന്ന എൻസൈക്ലോപീഡിയ സഭയുടെ പ്രത്യേകിച്ച് ചരിത്രവും എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി ഡേറ്റുകൾ സഹിതം കൃത്യമായി സാറിൻ്റെ ഉള്ളിൽ വധിച്ചിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയം. അതേപോലെ തന്നെ മധ്യകാല മഹായിടവകയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം ഉത്തമ CSI സഭാംഗമായി നിലനിൽക്കുവാൻ മഹായിടവകയ്ക്ക് വേണ്ടി നിലനിൽക്കുവാനും വളരെ തീക്ഷ്ണതയോടുകൂടി ആ നിലയിൽ പ്രവർത്തിക്കുവാനും സാറിന് സാധിച്ചു എന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. പല സഭകളിലും ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാനും പാട്ട് പഠിപ്പിക്കുവാനും ഒക്കെയും സാറ് പോയതായിട്ട് എനിക്ക് അറിയുവാനായിട്ടിടയായി. സാറിൻ്റെ എല്ലാ ദിവ്യമായ ശുശ്രൂഷകളും ഈ സമയത്ത് പോകും. ഇത്രത്തോളം കാലം അത്യത്തോളം കർത്താവിന് വേണ്ടി നിലനിൽക്കുവാനും തൻ്റെ തലമുറകളെ അതേ നിലയിലുള്ള സാക്ഷ്യം നിർവഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാനും അഭ്യസിപ്പിക്കുവാനും സാറിന് സാധിച്ചു. ആ ജീവിതം കൊണ്ട് ദൈവത്തിന് ധാരാളം ദൈവരാജ്യത്തിന് ധാരാളം പ്രയോജനമായി തീർന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പോസ്തലൻ പറയുന്നത് പോലെ തന്നെ എല്ലാറ്റിലുപരിയായി ക്രിസ്തുവിലുള്ള സ്നേഹത്തിലാണ് എല്ലാം ചെയ്യുവാനായിട്ടിടയായതെന്ന് മനസ്സിലാക്കി. സാമ്പത്തികമായ നേട്ടമോ തൻ്റെ പദവികളോ ഉന്നതികളോ ഒന്നുമല്ല അതിൻ്റെ മുൻപിൽ കണ്ടിരുന്നത്. അതുകൊണ്ട് നഷ്ടങ്ങളോ പട്ടിണിയോ കഷ്ടപ്പാടുകളോ ഒക്കെയും വളരെ നിസ്സാരമായിട്ട് എണ്ണി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായി മറ്റുള്ളവരെയും അതിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദിവ്യമായ ശുശ്രൂഷയിൽ ഭാഗവാക്കായി തീരുവാനായിട്ട് സാധിച്ചു. തൻ്റെ പരാജയങ്ങളുടെ വിജയവും അവിടെ തന്നെയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തലമുറകളോട് ഇടപെടുമ്പോഴും അതേ സമയത്തും വളരെ സൗമ്യമായി വളരെ ഭയഭക്തിയോടെ ദേവദാസന്മാരെ മാനിക്കുന്നതിലും ദൈവികാര്യങ്ങളിൽ നിന്നും സഹകരിക്കുന്നതിലും
ഞാൻ കേട്ടിട്ടുള്ളത് സാറിൻ്റെ സമ്പാദ്യങ്ങൾ പോലും ആത്മീയമായ ശുശ്രൂഷകൾ പൂർണ്ണമായി വിനിയോഗിച്ചുകൊണ്ട് സാർ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടൊരു ശ്രേഷ്ഠ ജീവിതം, ധന്യമായൊരു ജീവിതമാണ് ഈ ലോകത്തിൽ കാഴ്ചവെച്ച്, പ്രത്യേകിച്ച് മഹായിടവയ്ക്ക് വേണ്ടി, മൂലയിടവയ്ക്ക് വേണ്ടി, നാട്ടുസഭയ്ക്ക് വേണ്ടി സാർ നിർവഹിച്ചത് എന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലും തലമുറകൾ പോലും ആ ഇടവകയിലെ സഭയിലെ ജനങ്ങൾ മറക്കുകയില്ല. സാറിൻ്റെ ശുശ്രൂഷയെ ഓർക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ അമ്മമ്മയും മക്കളെയും ഒക്കെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ, സമാധാനിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവദാസൻ്റെ സഭാ ശുശ്രൂഷകൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിലാണല്ലോ നാം ഇവരും പങ്കെടുക്കുന്നത്. അതുകൊണ്ട് വളരെ വിശ്വാസത്തോടും സന്തോഷത്തോടും പ്രത്യാശയോടും മറ്റുള്ളവരെ പോലെ തന്നെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ദൈവം ഏൽപ്പിച്ച ജോലി വളരെ വിശ്വസ്തയോടെ ദൗത്യം നിർവഹിച്ചു, കിരീടം പ്രാപിക്കുവാനായിട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് ആ ഉത്തമ സന്തോഷത്തിൽ നമ്മൾ ഓരോരുത്തരും ഉല്ലസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്കും നമ്മുടെ ജീവിതങ്ങളെ വിലയിരുത്താം. ചെറുതും വലുതുമായ അനേക ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചു. ഔദ്യോഗിക ജീവിതത്തോടൊപ്പം തന്നെ പല കൃത്യങ്ങൾ നിർവഹിക്കാനായിട്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം തന്ന താലന്തുകളും സമയവും കഴിവുകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കും. കർത്താവിൻ്റെ വരവ് സമാഗതമായിരുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് അവകാശിയായി തീരുമാനം സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അനേകരെ ദൈവരാജ്യത്തിന് ഒരുക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുനിമിഷം നേർപാതയിൽ നമ്മെ നയിക്കുമാറാകട്ടെ. ആമേൻ. CSI പ്രവർത്തിച്ച ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള പി പൗലോസ് അച്ഛനെ ആശ്വാസത്തിൻ്റെ വാക്കുകൾ അറിയിക്കുവാനായി ക്ഷണിക്കുന്നു. പ്രിയ സാറിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ബഹുമാനങ്ങൾ സഭാവിശ്വാസികളെ ദൈവനാമത്തിൽ സ്നേഹം. മഹായിടവകയിൽ ദീർഘവർഷങ്ങളായി ജോലി ചെയ്യുന്നതിനോടൊപ്പം വലിയ പേരും പ്രശസ്തിക്കും ഒന്നുമല്ലെങ്കിലും എനിക്ക് ലഭിക്കുന്നതായിട്ടുള്ള അവസരം മുഴുവൻ സഭാവിശ്വാസികൾക്ക് വേണ്ടി ചിലവഴിച്ചതായിട്ടുള്ള ധന്യമായിട്ടുള്ള ഒരു ജീവിതമാണ് സാറിൻ്റേത്. ഞാനെല്ലാം ആദ്യമായിട്ട് മഹായിടവുമായി ബന്ധപ്പെടുന്നതായിട്ടുള്ള 23 തുടങ്ങി ദീർഘവർഷങ്ങൾ പരിചയവും സ്നേഹവും നിലനിർത്തുവാനായിട്ട് ദൈവം ഇടയാക്കി. മഹായിടവിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള പലരും അച്ഛന്മാരും ഉപദേശന്മാരും ഒക്കെ പറയുന്നു, നിത്യയൗവനത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള പല ആളുകളുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നോട് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, പല ആളുകളും ഈ ആശയം ഷെയർ ചെയ്തിട്ടുണ്ട്. ദൈവവുമായിട്ടുള്ള നിരന്തരമായിരിക്കുന്ന ബന്ധം ആണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രിയ സാറിനെ ദീർഘവർഷങ്ങളായി അറിയുമ്പോഴൊക്കെ പുഞ്ചിരിയോടുകൂടെ സ്നേഹാന്വേഷണങ്ങൾ അന്വേഷിക്കും. വലിയവരെന്നോ ചെറിയവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരോടും ഒരേ മനോഭാവം വെച്ച് പുലർത്തുവാനായിട്ട് എല്ലാവരിലും അതിർത്തരസയെക്കുറിച്ചൊക്കെ പറയുന്നതുപോലെ എല്ലാവരിലും യേശുക്രിസ്തുവിനെ ദർശിക്കുവാനുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം നിലനിർത്തുവാനായിട്ടുള്ള വലിയ ഒരു പാത്രമായിട്ട് ദൈവം ഉപയോഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയ സാറിൻ്റെ ധന്യമായ ജീവിതത്തിൻ്റെ പിന്നിൽ, ആ ജീവിതത്തിൻ്റെ മുന്നിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും ദീർഘവർഷമായി നിലനിൽക്കുന്നതായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൻ്റെ പേരിലും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്നതായിട്ടുള്ള കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ.
ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇപ്പോൾ റീത്ത് സമർപ്പിക്കും. പള്ളം ഇടവയ്ക്ക് വേണ്ടി ഇടവ സെക്രട്ടറി പ്രിയൻ ജേക്കബ് റീത്ത് സമർപ്പിക്കുകയും കൗൺസിൽ മെമ്പർ ജോൺ ശേരികൾ അനുശോചനത്തിൻ്റെ വാക്കുകൾ അറിയിക്കുകയും ചെയ്യും. ആദരണീയരായ വൈദിക ശ്രേഷ്ഠതേ, പ്രിയ പിതാവിൻ്റെ കുടുംബാംഗങ്ങളായി കടന്നു വന്നിരിക്കുന്ന സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, പള്ളം ഇടവകയിലെ എൻ്റെ സഹവിശ്വാസികളെ, ഈ പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗം പള്ളം ഇടവകയെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടമാണ്. കാരണം പുരുഷന്മാരിൽ ഈ ഇടവകയിലെ ഏറ്റവും പ്രായം കൂടിയ ഒരു പിതാവായിരുന്നു പുന്നൻ ഉപദേശി. 97 വയസ്സ്. ഇതിന് മുകളിൽ ഒരു മാതാവ് മാത്രമാണുള്ളത്. പേരകശ്ശേരിലെ അമ്മച്ചി 101 വയസ്സ്. 97 വർഷക്കാലം പള്ളം ദേശത്ത് പാർക്കുന്നതിനും ദൈവം തന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടി പൂർത്തീകരിക്കുവാൻ ഈ പ്രിയ പിതാവിന് സാധിച്ചു എന്നുള്ളത് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. എനിക്ക് ഏതാണ്ട് 45-50 വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഈ പ്രിയ പിതാവിനെ അറിയാം, പരിചയമുണ്ട്. എൻ്റെ പിതാവ് പല ഇടവകകളിൽ വികാരിയായിട്ടിരിക്കുമ്പോൾ പല ആവശ്യങ്ങൾക്കായിട്ട് ഡയോസസ് ഓഫീസിൽ ഞങ്ങളെ ആരെങ്കിലുമൊക്കെ, മക്കളിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു വിടാറുണ്ട്. അങ്ങനെ ഞാനും പല സന്ദർഭങ്ങളിൽ ഡയോസസ് ഓഫീസിൽ ചെല്ലുമ്പോൾ പ്രിയ ഉപദേശിയെ കാണുന്നതിനും സംസാരിക്കുന്നതിനും സ്നേഹം പങ്കിടുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ വർഷ കാലയളവിൽ ഈ പിതാവുമായിട്ട് സഹകരിക്കുകയും പിതാവിനെ അടുത്തറിയുകയും ചെയ്തതിൽ നിന്ന് 2-3 കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയുവാനായിട്ടുണ്ട്. ഒന്നാമത് പറഞ്ഞാൽ അദ്ദേഹം ഒരു കഠിന അധ്വാനിയായിരുന്നു. ഡയോസസ് ഓഫീസിൽ സ്റ്റാഫായി ജോലി ചെയ്യുന്നതിനോടൊപ്പം മലയാള മനോരമയുടെ പാക്കിൽ പള്ളം ഏറിയയിലെ ഏജൻ്റായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഇതുകൂടാതെയാണ് എനിക്ക് മുൻപ് പലരും പറഞ്ഞതുപോലെ നാട്ടകം പള്ളിയുടെ ശുശ്രൂഷകനായിട്ട് സേവനമനുഷ്ഠിച്ചു. ഒരു സാധാരണ ജീവിതം നയിച്ച ഒരു സാധാരണക്കാരൻ. അങ്ങനെയുള്ളവരുടെ വാഹനമാണ് സൈക്കിൾ. ഞാൻ ഉപദേശിയെ കാണുന്ന സമയങ്ങളിലൊക്കെ ഒന്നുകിൽ സൈക്കിൾ ചവിട്ടി പൊക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സൈക്കിൾ ഉന്തിക്കൊണ്ട് നടക്കുന്നു. ഏറ്റവും സാധാരണമായ ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു. വീട്ടിൽ നിന്ന് ഡയോസസ് ഓഫീസിൽ വരുന്നത് സൈക്കിളിൽ. അവിടെ വരുന്നതിന് മുൻപ് അതിരാവിലെ എഴുന്നേറ്റ് പത്ര വിതരണത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനായി പോകുന്നത് സൈക്കിളിൽ. ഇതിനുശേഷം നാട്ടകം പള്ളിയിലെ ക്രമീകരണങ്ങൾക്കായിട്ട് പോകുന്നതും സൈക്കിളിൽ. എനിക്ക് തോന്നുന്നു വളരെ ചുരുങ്ങിയ വർഷങ്ങൾ മാത്രമേ ആയുള്ളൂ അദ്ദേഹം
സൈക്കിളിൽ യാത്ര ചെയ്യാതെയായിട്ട് പ്രായാധിക്യം മൂലം വീട്ടിൽ അത് തടഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയും അതിനുശേഷമോ അദ്ദേഹത്തെ ഞാൻ കണ്ടിരിക്കുന്നത് ഒരു കുടയും ചൂടി പാക്കൽ കവലയിൽ നിന്ന് നേരെ കോട്ടയത്തേക്ക് നടക്കുന്ന ഒരു സാധാരണക്കാരനെയാണ്. അതിൻ്റെ ഫലം 97 വർഷക്കാലം ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുളവാക്കുന്ന ഒരു സത്യം മാത്രമാണ്. രണ്ടാമത് എനിക്ക് പറയാനായിട്ടുള്ളത്, ജീവിതത്തിൽ ഏത് പ്രതികൂലങ്ങളെയും സമചിത്തതയോടുകൂടി നേരിടുന്നതിനുള്ള ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം ഈ പ്രിയ പിതാവിൻ്റെ കൈമുതലായി. നമുക്കറിയാം, ഏക മകൻ കുഞ്ഞുമാൻ ആകസ്മികമായി ചെറുപ്പകാലത്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. ഭാര്യയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും മാത്രം ബാക്കി ഉള്ള അവസ്ഥയിൽ ആ കുടുംബത്തിൻ്റെ ചുമതല കൂടി ഈ വലിയ പിതാവ് ഏറ്റെടുക്കുകയാണ്. അവിടെയും ഞാൻ കാണുന്നത് യാതൊരു പരാതികളുമില്ലാതെ, ആരോടും പരാതിയില്ല, ദൈവത്തോടും പരാതിയില്ല, വളരെ സന്തോഷത്തോടുകൂടി തൻ്റെ അധ്വാനം കൂടുതൽ ദൃഢമാക്കിക്കൊണ്ട് ആ കുടുംബത്തെ പുലർത്തുന്ന ഒരു പിതാവിനെയാണ്. മകൻ്റെ നിര്യാണത്തിന് ശേഷവും താൻ അതിനു മുൻപ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയിൽ നിന്നും പുറകോട്ട് പോയില്ല. കൂടുതൽ ഉത്സാഹത്തോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നത്, നാടകം സഭ ഇന്ന് നിലനിൽക്കുന്നത് ഈ പ്രിയ ഉപദേശിയുടെ പ്രവർത്തന ഫലം കൊണ്ട് മാത്രമാണ്. അതിന് ഉദാഹരണമാണ് ഇന്ന് ആ ഇടവകയിൽ നിന്ന് കൈകാര്യന്മാർ വന്ന് ഇവിടെ പുഷ്പചക്രം അർപ്പിച്ചു. അവരുടെ അനുശോചനം, അവരുടെ ബഹുമാനം ഇവിടെ അറിയിച്ചു. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, ആരോടും ഒരു വിദ്വേഷവും ഒരു എതിർപ്പും പിണക്കമോ ഇല്ലാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. ഞാൻ ഇന്നലെയും ഇന്നുമായി അനേക റിട്ടയർ ചെയ്ത അച്ഛന്മാർ പ്രിയ ഉപദേശിയെക്കുറിച്ച് പറയുന്ന നല്ല വാക്കുകൾ കേട്ടു. ആത്മാർത്ഥതയോടുകൂടി മഹായിടവകയിലെ ഒരു ഉദ്യോഗസ്ഥനായി ദീർഘകാലം പ്രവർത്തിച്ച പ്രിയ ഉപദേശിയെക്കുറിച്ചു ഞാൻ ആ സമയത്തൊക്കെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. എൻ്റെ പിതാവ് ഈ മഹായിടവകയിലെ ഒരു അച്ഛനായിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഉപദേശി മഹായിടവകയിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യുന്നത്. അന്ന് മഹായിടവകയിലെ അച്ഛന്മാരുടെ ശമ്പളം എന്താണെന്നുള്ളത് എനിക്കറിയാം വ്യക്തമായിട്ട്. അപ്പോൾ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഈ പ്രിയ പിതാവിന് എന്ത് ശമ്പളം ലഭിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. യാതൊരു പരാതിയുമില്ല. തന്നെ ഏൽപ്പിക്കുന്ന ചുമതലകൾ ആത്മാർത്ഥതയോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി ദൈവമേൽപ്പിച്ച ചുമതലയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി തൻ്റെ ആ സേവനകാലം മുഴുവൻ പൂർത്തീകരിക്കുവാൻ ഈ പിതാവിന് സാധിച്ചു. എന്നാൽ എന്തുകൊണ്ട് എന്ന് എനിക്കറിയില്ല. ഇന്നും എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒരു വസ്തുതയാണ്, ഈ പ്രിയ പിതാവിന് പെൻഷൻ ലഭിച്ചിട്ടില്ല. അതെന്താണ് കാരണമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്നാൽ മഹായിടവക അധികാരികളോടോ ആരോടും ഒരു പരിഭവമില്ല. ഇന്നുവരെ ഒരു പരാതി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, എല്ലാവരുടെയും സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമാണ് പ്രിയ ഉപദേശിയെ ഞാൻ കണ്ടിരിക്കുന്നത്. ഈ മേലാതിരിക്കുന്ന സമയങ്ങളിൽ പല പ്രാവശ്യം ഞങ്ങൾ ആ ഭവനം സന്ദർശിച്ചിട്ടുണ്ട്. അവസാന കാലത്ത് ഓർമ്മ പലരെയും കണ്ടാൽ മനസ്സിലാകില്ല. 97 വയസ്സ് ഇപ്പോൾ കഴിഞ്ഞു.
95 വയസ്സ് വരെയൊക്കെ ഏറെക്കുറെ ആളുകളെ കണ്ടാൽ മനസ്സിലാകുമായിരുന്നു. പക്ഷേ എപ്പോൾ ആ ഭവനത്തിൽ ചെന്നാലും ചിരിച്ചോണ്ട് കയ്യിൽ മനസ്സിലായോ? പിന്നെ തീർച്ചയായിട്ടും മനസ്സിലായി. എന്തുകൊണ്ടാണ് പറയുന്നത്? നമുക്ക് വേദനയുണ്ടാകരുത്, നമ്മളാലും എന്നെ മനസ്സിലായില്ലല്ലോ ഉപദേശിക്ക്. ആ ഒരു ചിന്ത വരുത്തുവാൻ ഉപദേശി ആഗ്രഹിച്ചിരുന്നില്ല. ഇരുന്ന് കുശലം പറയും, സന്തോഷം പറയും, സ്നേഹം പറയും. അല്പനേരം വരുന്നതിന് ശേഷം ഞങ്ങൾ മടങ്ങിപ്പോകും. അങ്ങനെ ദൈവം ഏൽപ്പിച്ച ചുമതലകൾ, അത് ദൈവമാണ് തന്നെ ഏൽപ്പിച്ചത്, മറ്റ് മഹാടവകയല്ല, ദൈവമേൽപ്പിച്ച ചുമതലയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണ ബോധ്യത്തോടുകൂടി ദൈവത്തിനു വേണ്ടി സേവന ചെയ്ത ഒരു മഹൽ വ്യക്തിയാണ്. ഇന്ന് മഹാടവക ഓഫീസേഴ്സ് ആരും സ്ഥലത്തില്ല. അവർ ആന്ധ്രയിൽ ആന്ധ്ര മിഷൻ്റെ പ്രത്യേക പ്രോഗ്രാമിനായിട്ട് കടന്നുപോയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ന് അവരോട് ഒരു അഭ്യർത്ഥന നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. ഏതായാലും മഹാടവക വൈദിക സെക്രട്ടറി ഇന്ന് ഇവിടെയുണ്ട്. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ. ഈ പ്രിയ പിതാവിൻ്റെ മരിച്ചുപോയ മകൻ്റെ ഇളയ മകൻ ജോലിയില്ലാതെ ഇന്നും ആ ഭവനത്തിൽ കഴിയുന്നുണ്ട്. ആ മകനൊരു ജോലി നൽകുവാനുള്ള ഉത്തരവാദിത്വം ഈ മഹാടവകയ്ക്ക് ഉണ്ട് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു, കരുതുന്നു, നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൂസനെ കുറിച്ച് ഒരു വാക്ക്. നമുക്കെല്ലാവർക്കും അറിയാം, കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറാണ്. കഴിഞ്ഞ ചുമതലും ഞങ്ങളുടെ വാർഡിലെ കൗൺസിലറായിരുന്നു. വാർഡിലെ ഏത് ആവശ്യത്തിനും ഏത് സമയത്തും ഓടിയെത്തുന്ന ഒരു നല്ല കൗൺസിലർ. ഈ ഉത്തരവാദിത്വങ്ങൾക്കെല്ലാം ഒപ്പം 97 വയസ്സുള്ള ഈ പ്രിയ പിതാവിനെ പരിചരിക്കുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധ വെച്ചു എന്നുള്ളത് കണ്ട് മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് എപ്പോൾ ചെന്നാലും സൂസനോടുണ്ട്, അപ്പച്ചൻ്റെ അടുത്തുണ്ട്, അപ്പച്ചന് വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ നൽകുകയാണ്. അങ്ങനെ ചിന്തിച്ചാൽ ഈ പ്രിയ പിതാവ് ഈ ഭൂമിയിലെ ഒരു ഭാഗ്യവാനായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ സന്തോഷത്തോടുകൂടി പ്രത്യാശയോടുകൂടി ദൈവം തന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള, തനിക്ക് നൽകിയതായിട്ടുള്ള ആയുസ് പൂർത്തീകരിച്ച് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള പേരിന് യോഗ്യനായി കർത്തൃസന്നിധിയിലേക്ക് ഈ പ്രിയ പിതാവ് കടന്നു ചെന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും വേർപാട് ദുഃഖമുള്ളതാണ്. കുടുംബത്തിലുള്ള പ്രിയ മാതാവിനെയും മക്കളെയും കൊച്ചുമക്കളെയും ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നൽകി അവരെ പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പള്ളം ഇടവകയുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കും. പള്ളം വൈദിക ജില്ലയ്ക്ക് വേണ്ടി ജില്ലാ ചെയർമാൻ നെൽസൺ ചാക്കോച്ചൻ അനുശോചനത്തിന് വാക്കുകൾ. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്ധ്യരായ അച്ഛന്മാരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള ദൈവജനമേ, പ്രസംഗത്തിന് നിൽക്കിയിട്ട് നമ്മെ വിട്ട് കടന്നുപോയ പുന്നൻ സാറിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഇവിടെ ജോർജ് പറഞ്ഞ വാക്കുകളെല്ലാം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും ആ പഴയ ജീവിതം ഞാൻ ഓർക്കുകയും പള്ളപ്പാക്കിൽ നിന്ന് മഹായുടെ ഓഫീസിലേക്ക് സൈക്കിൾ ചവിട്ടുന്ന കാലം, ജോൺ തിരുമേനിയുടെ കാലം, ജോസഫ് തിരുമേനിയുടെ കാലം, മാണി തിരുമേനിയുടെ കാലം, സാമാധ്യ തിരുമയുടെ കാലം, മഹായുടെ ഓഫീസിൽ നിറഞ്ഞു നിന്ന ഒരു നിറസാന്നിധ്യം. സാധാരണ പറയാറുണ്ട്, പുന്നച്ചനോട് ചോദിച്ചാൽ മഹാടവക്കാരെ അറിയാം, അന്ന് അച്ഛന്മാരൊക്കെ പറയുന്ന ഉപദേശന്മാരൊക്കെ പറയുന്നതാണ്. ആര് ചെന്നാലും വളരെ ഹൃദ്യമായി ഇടപെടുന്ന പുന്നൻ സാറിൻ്റെ മുഖവും ആ പെരുമാറ്റമൊക്കെ ജോർജ് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്. ആധന്യ ജീവിതത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിക്കുന്നു. എൻ്റെ പിതാവ് ചാന്നാനിക്കാട്, അന്നത്തെ ചാന്നാനിക്കാട്
സെൻറ്റ് ആൽബർട്ട്സ് ഉപദേശിയായി ചുമതലയേൽക്കുമ്പോൾ അന്നു മുതൽ പുന്നൻ സാറുമായിട്ടുള്ള ആ പഴയ ബന്ധം ഞാൻ ഓർക്കുകയാണ്. വളരെ സുഹൃത്ത് ബന്ധം. മാണി തിരുവേനി അന്നിവിടെ അച്ഛനായിരിക്കുന്ന കാലം ഈ പുന്നൻ സാറിൻ്റെ നിഷ്കളങ്കമായ ജീവിതം, കുഞ്ഞുമോനൊക്കെ ഞങ്ങളുടെ ജൂനിയറാണ്, ശൈലമ്മയൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ആ കുടുംബം എല്ലാം ഓർക്കുകയാണ്. ജോർജ് പറഞ്ഞതിനെല്ലാം അടിവരയിടുകയാണ്. ആരോടും പരിഭവമില്ലാതെ അവസാനം വരെ ജീവിച്ച ഒരു വ്യക്തിത്വം പല മേഖലയിൽ നമുക്ക് മാതൃകയാണ്. ദുഃഖാർത്തരായ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കുന്നതെന്ന് പറയുന്ന വാക്ക് നടത്തുന്നു. പള്ളം വൈദിക ജില്ലയുടെ എല്ലാ അനുശോചനവും പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. ദൈവം നമ്മെ വഴി നടത്തട്ടെ. ആമേൻ. CSI മധ്യകേരള മഹായിടവയ്ക്ക് വേണ്ടി പാസ്റ്റർ ബോർഡ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ബിജു വർക്കി ജോർജൻ റീത്ത് സമർപ്പിക്കുകയും മഹായിടവയുടെ അനുശോചനം അറിയിക്കുകയും ചെയ്തു. പള്ളം ഇടവകയുടെ പട്ടക്കാരനായിരിക്കുന്ന വർക്കി തോമസ് അച്ഛൻ, സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാർ, ഈ പ്രിയപ്പെട്ട ഉപദേശിയുടെ വേർപാടുകൾ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ദൈവം സ്വർഗീയമായ ആശ്വാസം നൽകി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. CSI മധ്യകേരള മഹായിടവ ബിഷപ്പ് അഭിവന്യ തോമസ് കെ ഉമ്മൻ തിരുമേനിയുടെയും മഹായിടവക ഓഫീസേഴ്സിൻ്റെയും മഹായിടവ ഓഫീസ് സ്റ്റാഫിൻ്റെയും പട്ടത്ത പ്രവർത്തക സമൂഹത്തിൻ്റെയും പേരിലുള്ള അഗാധമായ ദുഃഖം ഞാൻ ആദ്യമേ തന്നെ അറിയിക്കുന്നു. ഇന്ന് ഞാൻ മഹായിടവ പ്രതിനിധീകരിച്ചുകൊണ്ട് നിൽക്കേണ്ടി വന്ന സാഹചര്യം പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുവാനും ആഗ്രഹിക്കുന്നില്ല. സാധാരണക്കാരൻ്റെ അസാധാരണമായ വ്യക്തിത്വമായിരുന്നു ഈ ഉപദേശി. മഹായിടവ ഓഫീസിൽ ഉപദേശി ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം എന്താണ് എന്ന് എനിക്കറിയില്ല. ഞാൻ പട്ടമേൽക്കുന്ന ആ സമയത്തൊക്കെ ഉപദേശി ഓഫീസിലുണ്ട്. പക്ഷേ അവിടെ ചെന്നാൽ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഇടപെടുകയും ഒരു ആഴമേറിയ ബന്ധം നിലനിർത്തുകയും ചെയ്ത ഒരു വലിയ വ്യക്തിത്വമായിരുന്നുവെന്ന് ആ നീണ്ട താടിയും ജുബായും ഒക്കെ ഇട്ട് ഇരിക്കുന്ന ഉപദേശി അന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. നാട്ടകം സഭയിൽ എന്നെ ആദ്യം കൊണ്ടുപോയത് ഉപദേശി. ആ സുവിശേഷ താല്പര്യം വളരെ കൃത്യമായിട്ട് ഉപദേശിയിൽ ജീവിത അവസാനം വരെ നിലനിന്നിരുന്നു എന്നുള്ളതും വാസ്തവമാണ്. ഞാൻ ഇവിടെ ഇടവപ്പെട്ടക്കാരനായി വരുന്ന സമയത്ത് ഉപദേശിക്ക് വേണ്ട രീതിയിലുള്ള ഓർമ്മയൊന്നുമില്ല. പക്ഷെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കണ്ടാൽ വളരെ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ നമ്മളുമായിട്ട് പങ്കുവയ്ക്കും. ആ സമയത്തും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷം, വലിയൊരു ആവേശം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സാധാരണക്കാരൻ്റെ ഒരു അസാധാരണ വ്യക്തിത്വമായിരുന്നു ഈ പ്രിയപ്പെട്ട ഉപദേശി. പ്രിയപ്പെട്ട സൂസനെ കുറിച്ച് പറഞ്ഞുവെങ്കിലും ഞാനും ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുക. പരിമിതമായ സാഹചര്യങ്ങൾ, ധാരാളമായ ജോലി തിരക്കുകൾ, ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഉപദേശിയെ ശുശ്രൂഷിക്കാവുന്നതിൻ്റെ പരമാവധി ശുശ്രൂഷിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് സൂസൻ എന്ന് പറയുന്നത് സന്തോഷം. അത് നേരിൽ കണ്ട് മനസ്സിലാക്കിയ സത്യം. ആ ശുശ്രൂഷയെ ദൈവം മാനിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും. ഇത്രയും വർഷം ജീവിക്കുവാൻ ദൈവം അവസരം കൊടുത്തു. യേശുവിൻ്റെ ജീവിതത്തെ ഓർത്ത് നമ്മൾ അമിതമായിട്ട് ദുഃഖിക്കുവാനൊന്നുമില്ല. ആ വലിയ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ആ ജീവിതത്തിൻ്റെ നല്ല മാതൃകളെ പിൻപറ്റുവാൻ
ദൈവം നമുക്ക് ഏവർക്കും ബലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കുടുംബത്തിന് വേണ്ടി നന്ദി അർപ്പിക്കുവാൻ സൂസൻ കുഞ്ഞുമോനെ ദയവായി ക്ഷണിക്കുന്നു. ഞങ്ങൾക്കേറെ ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ, സഭാജനങ്ങളെ, ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, ഇവിടെ അച്ഛന്മാരും ഉപദേശന്മാരും എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഏകദേശം 50-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് നാട്ടകം പ്രദേശത്ത് കാക്കൂർ എന്ന സ്ഥലത്ത് ഒരു സഭ സ്ഥാപിക്കുവാൻ ഞങ്ങളുടെ അപ്പച്ചന് കഴിയുകയുണ്ടായി. CSI സഭ എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ്റെ ജീവനായിരുന്നു. സ്വന്തം ഭാര്യയോ മക്കളെയോ കരുതുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് അപ്പച്ചൻ്റെ സഭയെ ഏറ്റവും അധികം സ്നേഹിക്കാവുന്നതിന് പരമാവധി അപ്പച്ചൻ സ്നേഹിച്ചു. നാട്ടകം സഭ പണിതതിന് ശേഷം അവിടെ പള്ളിയിൽ ആരാധനയ്ക്ക് ആളുകൾ ഇല്ലാതിരുന്ന സമയത്ത് ഓരോ വീടുകളിലും അപ്പച്ചൻ സൈക്കിളെ മുട്ടം പ്രദേശങ്ങളിൽ ഓരോ വീടുകളിലും ചെന്ന് അവരെ പള്ളിയിലേക്ക് ആകർഷിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. പക്ഷേ പള്ളിയിലേക്ക് വരണമെങ്കിൽ അവർക്ക് ബൈബിളോ ആരാധനാക്രമങ്ങളോ ഒന്നുമില്ലായിരുന്നു. സ്വന്തം കയ്യിലെ പൈസ മുടക്കി ബൈബിളും ആരാധനാക്രമങ്ങളും വാങ്ങിച്ച് ഓരോ വീടുകളിലും കൊടുത്ത് അവരെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അനേകരെ യേശുവിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞങ്ങളുടെ പിതാവ്. ഞങ്ങൾക്കേറെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. സഭയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു വ്യക്തി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒന്നും സമ്പാദിച്ചിട്ടില്ല. അപ്പച്ചൻ്റെ ആ ജീവിതകാലം, നല്ല ജീവിതകാലം മുഴുവനും ഓടി നടന്ന് അനേക വൈദികരോടും ശുശ്രൂഷക്കാരോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിപ്പാൻ അപ്പച്ചന് സാധിക്കുകയുണ്ടായിരുന്നു. ആ അപ്പച്ചൻ്റെ നല്ല പ്രവൃത്തികൾ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി തീരുമെന്ന് യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ അപ്പച്ചൻ്റെ നിര്യാണത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഏകദേശം 10-12 ദിവസത്തോളം തീർത്തും സുഖമില്ലാതെ അപ്പച്ചൻ പുതുപ്പള്ളി പാറാട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി. ഞങ്ങൾ 2 അച്ഛന്മാരോട് വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടവക വികാരിയായിരിക്കുന്ന വർക്കിയച്ഛൻ അപ്പച്ചനെ ICUവിൽ ചെന്ന് കണ്ടപ്പോൾ നല്ല ബോധത്തോടു കൂടി അച്ഛനോട് വർത്താനം പറയുകയും അച്ഛൻ്റെ കൊച്ചമ്മയെ തിരക്കുകയും ചെയ്തു. പിന്നീട് വീട്ടിൽ കൊണ്ടുവന്ന് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു കഫക്കെട്ടിൻ്റെ അസുഖമുണ്ടായി. വെളുപ്പിനെ ഞാനൊരു 5 മണി കഴിഞ്ഞപ്പോൾ ഇതുപോലെ പാലിയേറ്റീവ് കെയർ ബുക്കാൻ ആശുപത്രിയിലുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ സബിയച്ചനെ വിളിക്കുകയുണ്ടായി. സബിയച്ചനെ വിളിച്ച ഉടനെ സബിയച്ചൻ ഒരു 6:30 കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ തന്നെ വന്ന് അപ്പച്ചനെ വണ്ടി ഓടിച്ച് വന്ന് അപ്പച്ചനെ എടുത്തുകൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി ആ കഫം എടുത്ത് തിരിച്ച് വീട്ടിൽ കൊണ്ട് ചെന്നാക്കുന്ന ഒരച്ഛനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇന്ന് വൈദികരായാലും ഏത് പ്രസ്ഥാനത്തിലായാലും പ്രവർത്തിക്കുന്നവർ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി മുൻപോട്ട് പോകുന്ന ഒരു കാലയളവിൽ ഇത്രയും ചെറുപ്പക്കാരനായ ഒരു അച്ഛൻ ഇത്രയും പ്രായമായ ഒരു അപ്പച്ചനെ എടുത്തുകൊണ്ട് പോയി ആ ഒരു ശുശ്രൂഷ നിർവഹിച്ചതിൽ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി 2 അച്ഛന്മാരോടും വർക്കിയച്ഛനോടും സബിയച്ഛനോടും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ഇന്നലെയും ഇന്നും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ്, കോട്ടയത്തിൻ്റെ MLA തിരുവഞ്ചൂർ സാറ്,
നഗരസഭയുടെ അധ്യക്ഷ, മറ്റ് കൗൺസിലേഴ്സ്, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, സഭാജനങ്ങൾ, കമ്മിറ്റി അംഗങ്ങൾ, ബുക്കാന സ്കൂളിലെ അധ്യാപകർ, പള്ളം CMS സ്കൂളിലെ അധ്യാപകർ, BLPSലെ അധ്യാപകർ, അപ്പച്ചനെ അറിയാവുന്ന ഓരോ വ്യക്തികളും, പഴയ കാലത്ത് അറിയാവുന്ന ഓരോ വ്യക്തികളും ഞങ്ങളുടെ ദുഃഖത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു. എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സർവബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. CSI കൊല്ലം കൊട്ടാരക്കര മഹായിടവയുടെ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോർജ് തിരുമേനി ഇന്ന് രാവിലെ ഫോണിൽ വിളിക്കുകയും ഈ കുടുംബത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് അറിയിക്കുകയും പ്രത്യേകമായിട്ട് അഭിനന്ദ തിരുമേനിയുടെയും കൊല്ലം കൊട്ടാരക്കര മഹായിടവയുടെ അനുശോചനം അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അഭിനന്ദ തിരുമേനിക്ക് വേണ്ടി കുടുംബത്തോട് ഉള്ള അനുശോചനത്തെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദീർഘമായി ഞാൻ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വചനത്തിൽ ഓർമ്മിപ്പിക്കുന്ന പോലെ നല്ല പോർ പൊരുതും, വിശ്വാസം കാത്തു, ഓട്ടം തിരിച്ച് വിശ്വാസം കാത്തു. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഈ പിതാവിനെ കുറിച്ചായിരിക്കുമെന്നുള്ളതിന് സംശയമില്ല. തന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള വലിയ ശുശ്രൂഷയെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ ആ വലിയ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് വേണ്ടി വളരെയധികം അക്ഷീണമായി പ്രവർത്തിച്ചതായിട്ടുള്ള ഒരു വലിയ പിതാവാണ് നമ്മിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്നത്. ഒരുപക്ഷെ വരും തലമുറകൾക്ക് മാതൃകയാക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ഒരു വലിയ ജീവിതത്തിൻ്റെ അനുഭവം. ഇവിടെ പലരും, എനിക്ക് മുമ്പേ സംസാരിച്ച പലരും പിതാവിനെ കുറിച്ചുള്ള ശുശ്രൂഷയുടെ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ പരിചയം മാത്രമേ ഇവിടെ പ്രവർത്തിക്കുന്ന എനിക്കും സഭ്യച്ചനും പ്രിയ പിതാവുമായിട്ട്. എന്നാൽ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോഴൊക്കെയും വളരെ പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കുന്നതായിട്ടുള്ള ഒരു പിതാവ്. ഇവിടെ ഓർമ്മിച്ച പോലെ ICUവിൽ ഞാൻ കാണുവാനായിട്ട് ചെല്ലുമ്പോൾ ICUവിൻ്റെ ഗ്ലാസ് ചിലയിലൂടെ ഞാൻ അകത്തോട്ട് നോക്കുമ്പോൾ വളരെ ഉച്ചത്തിൽ പാട്ടുകൾ പാടുന്നതാണ് ഞാൻ കേൾക്കുവാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഞാൻ ആ പാട്ട് കേട്ടാണ് ആ ICUവിൽ തന്നെയാണ് പിതാവിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഇതിനുള്ളിൽ പ്രവേശിച്ചതായിട്ടുള്ള സമയത്ത് ഞാൻ എൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ അച്ഛന് ഓർമ്മയുടെ നല്ല പ്രയാസമുണ്ട് എന്ന് പറഞ്ഞുവെങ്കിലും കണ്ടതായിട്ടുള്ള സമയത്ത് എന്നോട് വിശേഷങ്ങൾ ചോദിക്കുകയും ശുശ്രൂഷയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ ഏറ്റവും ഒരു വലിയ അനുഭവമായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇന്നലെ ഞായറാഴ്ചയാണ് പ്രിയ പിതാവ് ഈ ലോകത്തോട് യാത്ര പറയുന്നത്. അതിനെക്കുറിച്ച് പ്രിയ സുസ്മാമ സംസാരിച്ചപ്പോൾ ഓർമ്മിച്ച ഒരു പ്രത്യേക കാര്യം, കൃത്യം ഇവിടെ ആരാധന അവസാനിച്ചതായിട്ടുള്ള സമയത്താണ് പ്രിയ പിതാവ് ഈ ലോകത്തോട് യാത്ര പറയുന്നത്. തീർച്ചയായിട്ടും ആ ശുശ്രൂഷയുടെ മഹത്വത്തെക്കുറിച്ച്, അല്ലെങ്കിൽ തന്നെ ഏൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള ദൗത്യത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യവും, അങ്ങനെ ഒരു വിശുദ്ധ ആരാധന നിർവഹിച്ച് തീർന്നതായിട്ടുള്ള സമയത്ത് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ അതൊക്കെയും നമ്മുടെ കണ്ണുകളിൽ വളരെ അപ്രതീക്ഷിതമെന്ന് തോന്നുമെങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന പ്രിയ പിതാവിനെ സംബന്ധിച്ച് ഒരു ശുശ്രൂഷ പൂർത്തീകരിച്ച് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടതായിട്ടുള്ള ഒരു വലിയ അനുഭവമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരു പ്രിയ പിതാവിൻ്റെ ധന്യമായിട്ടുള്ള ജീവിതത്തിന് പ്രത്യേകം സ്തോത്രം ചെയ്തു. മുമ്പ് ഇവിടെ എല്ലാവരും ഓർമ്മിപ്പിച്ചതുപോലെ പ്രിയ സുസമാമ ഈ അടുത്ത നാളിലാണ് ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കുന്നത് മകളല്ല മരുമകളാണ് എന്ന് മനസ്സിലാക്കുന്ന അടുത്ത കാലത്ത് ഒരു മകളെ പോലെ പ്രിയ പിതാവിനെ ശുശ്രൂഷിച്ചതായിട്ടുള്ള ഒരു മരുമകളല്ല, അല്ലെങ്കിൽ മകൾ, മറ്റ് മക്കളോടൊപ്പം അതിനേക്കാൾ അപ്പുറമായിട്ട് പ്രിയ പിതാവിനെ സ്നേഹിക്കുകയും കരുതുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത പ്രിയ ദാസിയും നമുക്കൊക്കെ മാതൃകയാണ്.
ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള സഭ്യത്തിൻ്റെയും പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയും വിശ്വാസവും രേഖപ്പെടുത്തുന്നു. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി നമുക്കെല്ലാവർക്കും ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ. രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതല്ലോ. ആമേൻ. കർത്താവേ, അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ. തന്റെ ഭക്തന്മാരുടെ മരണം നീതിമാന്മാർ എന്നേക്കും ജീവിക്കും. നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിന്റെ കയ്യിലാകുന്നു. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധി സന്തോഷ പരിപൂർണതയും. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തിയുള്ള ദൈവമേ, കർത്താവിൽ ഇവിടം വിട്ട് പോകുന്നവരുടെ ആത്മാക്കൾ നിന്നോടുകൂടെ വസിക്കുകയും വിശ്വാസികളുടെ ആത്മാക്കൾ ശരീരത്തിന്റെ ഭാരത്തിൽ നിന്നോ നീക്കപ്പെട്ട ശേഷം നിന്നോടുകൂടെ ആനന്ദത്തിലും ഭാഗ്യത്തിലും ഇരിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളെ പിതാവിനെ ഈ പാപലോകത്തിലെ അനിഷ്ടകളിൽ നിന്നോ വിടുവിപ്പാൻ നിനക്കിഷ്ടം തോന്നിയിരിക്കുകൊണ്ട് ഞങ്ങൾ നിനക്കൊരുപുറമായി സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തിലുള്ള സത്യവിശ്വാസത്തിൽ മരിച്ചവരോടെല്ലാവരോടും കൂടെ ഞങ്ങൾ ആത്മാവിലും ശരീരത്തിലും എന്നേക്കുമുള്ള നിത്യമഹത്വത്തിൽ സർവസമ്പൂർണതയും മോക്ഷവും അനുഭവിക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്തവരുടെ സംഖ്യയെ ശീഘ്രം തികച്ച് നിന്റെ രാജ്യത്തെ വേഗം വരുത്തുവാൻ നിന്റെ കരുണയുള്ള നന്മ കൊണ്ട് ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മെശിയ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവേ, അവനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നവരിൽ വിശ്വസിക്കുന്നവരാരും എന്നേക്കുമായി മരിക്കുകയില്ലല്ലോ. അവരിൽ ഉറങ്ങുന്നവരെ കുറിച്ച് പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെ ദുഃഖിക്കരുതെന്ന് അവൻ തന്റെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിച്ചുവല്ലോ. പിതാവേ, ഈ ആയുസ്സിനെ വിട്ടുപോകുമ്പോൾ ഞങ്ങളുടെ ഈ സഹോദരൻ അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് ആശയുള്ള പ്രകാരം കർത്താവിൽ ഞങ്ങളും സ്വസ്ഥത അനുഭവിക്കുമാറാകേണ്ടതിനും അന്ത്യദിവസത്തിലെ പൊതുവിലുള്ള പുനരുത്ഥാനത്തിങ്കിൽ ഞങ്ങൾ നിന്റെ മുൻപാകെ പ്രിയമുള്ളവരായി കാണപ്പെടുമാറാകേണ്ടതിനും അന്ന് നിന്റെ ഇഷ്ടപുത്രൻ നിന്നെ സ്നേഹിച്ച് ഭയപ്പെടുന്നവരോടെല്ലാവരോടും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളെ, വരുവിൻ, ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്നരുളി ചെയ്യുന്ന അനുഗ്രഹം ഞങ്ങൾക്കും ലഭിക്കുമാറാകേണ്ടതിനും പാപമരണത്തിൽ നിന്ന് നീതിയുടെ ജീവങ്കലേക്ക് ഞങ്ങളെ ഉയർപ്പിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ മധ്യസ്ഥനും രക്ഷിതാവുമായ യേശു മിശിഹ മൂലം ഇതിനെ നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മക്കളോട് കരുണ തോന്നുന്നതുപോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു. വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെയാകുന്നു. അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയില്ല. യഹോവയുടെ ദൈവം എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും കൊണ്ടുവന്നു. നിത്യനും അമർത്യതയുള്ളവനും അദൃശ്യനുമായിരിക്കുന്ന രാജാവായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകജ്ഞാനിയായ ദൈവത്തിന് ബഹുമാനവും മഹത്വവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളെ അനുദിനം ധൈര്യപ്പെടുത്തി
ജീവിതാവസാനം വരെ ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷികളായിരിക്കുവാൻ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത പാട്ട് പാടുന്നതായിട്ടുള്ള സമയത്ത് ഭൗതിക ശരീരം കാണുവാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുമ്പോട്ട് കടന്നു വരാവുന്നതാണ്. അതിനുശേഷം ഭൗതിക ശരീരം സെമിത്തേരിയിലേക്ക് എടുക്കുന്നതും തുടർന്ന് അവിടെ വെച്ചുള്ള ശുശ്രൂഷകൾ നിർവഹിക്കും. സ്ത്രീ പ്രസവിച്ച മനുഷ്യന് ജീവിച്ചിരിക്കുവാനുള്ള കാലം അല്പവും അരിഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുമാകുന്നു. അവൻ പൂ പോലെ ഉണ്ടായി പൊഴിഞ്ഞു പോകുന്നു, പൊഴിഞ്ഞൽ പോലെ ഓടിപ്പോകുന്നു, ഒരു സ്ഥിതിയിൽ തന്നെ നിൽക്കുന്നതുമില്ല. ജീവനോടിരിക്കുമ്പോഴും ഞങ്ങൾ മരണത്തിലിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ന്യായമായി കോപിച്ചിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിന്നിൽ നിന്നല്ലാതെ പിന്നെ ആരിൽ നിന്ന് സഹായം അന്വേഷിക്കേണ്ടു? എങ്കിലും മഹാപരിശുദ്ധനായ ദൈവമേ, കർത്താവേ, മഹാശക്തിയുള്ള കർത്താവേ, പരിശുദ്ധതയും മഹാകരുണയുമുള്ള രക്ഷിതാവേ, നിത്യമരണത്തിന് കൈപ്പായ വേദനകളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുത്. കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ രഹസ്യങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കരുണയുള്ള ചെവികൾ അടച്ചു കളയരുത്. എന്നാൽ ഞങ്ങളോട് കനിവുണ്ടാകണമേ. മഹാപരിശുദ്ധനായ കർത്താവേ, മഹാശക്തിയുള്ള ദൈവമേ, പരിശുദ്ധതയും കരുണയുമുള്ള രക്ഷിതാവേ, മഹായോഗിനും നിത്യനുമായ വിധി കർത്താവേ, ഞങ്ങൾ അന്ത്യനാഴികയിൽ ഞങ്ങളെ യാതൊരു മരണവേദന കൊണ്ടും നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ സമ്മതിക്കരുത്.
ശവക്കല്ലറയിലെ വിശ്രമത്താൽ ശവക്കുഴിയേയും തന്റെ ജനങ്ങൾക്ക് പ്രത്യാശയുടെ കിടക്കയായി ശുദ്ധീകരിച്ച കർത്താവായ യേശുക്രിസ്തുവേയും പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന നിന്നിൽ നിന്റെ ഈ ദാസൻ സ്വസ്ഥത അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴി നിന്റെ ദാസന്റെ ശരീരത്തിന് വിശ്രമസ്ഥലമായി തീരുവാൻ കൃപയറണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പാട്ട് പാടുന്നതായിട്ടുള്ള സമയത്ത് മുഖം മറയ്ക്കുന്നതും അടയ്ക്കുന്നതും മരിച്ചുപോയ നമ്മുടെ ഈ പ്രിയ പിതാവിന്റെ ആത്മാവിനെ തൻ്റെ അടുക്കിലേക്ക് കൈക്കൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് തന്റെ മഹാകരുണ കൊണ്ട് ഇഷ്ടം തോന്നിയിരിക്കാൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന എൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു മെസ്സിയ മൂലം നിത്യജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള നിശ്ചയവും ഉറപ്പുള്ള പ്രത്യാശയോടുകൂടെ നാം ഈ ദാസന്റെ ശരീരത്തെ മണ്ണിന് മണ്ണായി ചാരത്തിന് ചാരമായി പൂഴിക്ക് പൂഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൻ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് ആത്മാവ് പറയുന്നു. നിത്യാവിശ്വാസ പ്രമാണം നമുക്ക് ചേർന്നെല്ലാം. പിതാവിനോട് പുത്രനോട് വന്ദിക്കപ്പെട്ട ഞാൻ കാത്തിരിക്കുന്നു. സർവശക്തനായ ദൈവമേ, നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായുടെ ജ്ഞാന ശരീരത്തിൽ ഏകമായ സംസർഗത്തിലും കൂട്ടായ്മയിലും നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നവല്ലോ. നിന്നെ മായം കൂടാതെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിട്ടുള്ള പറഞ്ഞു തീരാത്ത ആനന്ദങ്ങളിൽ പ്രവേശിപ്പാൻ ഞങ്ങൾ സകല സുഹൃതവും ദൈവഭക്തിയുമുള്ള നടപ്പിൽ നിന്റെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരെ അനുഗമിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ നൽകണമേ. സകല മനുഷ്യരുടെയും പിതാവായ നിത്യദൈവമേ, സർവ്വലോകത്തിന്റെ ആവശ്യങ്ങളെ ഞങ്ങൾ നിങ്ങൾ ഫലമേൽപ്പിക്കുന്നു. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ഭിന്നിച്ചിരിക്കുന്നവർക്ക് ക്ഷമയും, ആശ്രയമില്ലാതിരിക്കുന്നിടത്ത് വിശ്വാസവും, ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശയും, അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശവും നൽകണമെന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ.
ജീവനുമായ യേശു മിശിഹായുടെ സ്നേഹം നിങ്ങളെ അവങ്കിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനം ജീവനുമായ യേശു മിശിഹായുടെ ശക്തി നിങ്ങളെ അവരുടെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനം ജീവനുമായ യേശു മിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ദേവാലയത്തിൽ വെച്ചും സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടതായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയതായിട്ടുള്ള നെൽസൺ ചാക്കോച്ചൻ, ബിജു ജോലച്ചൻ എന്നുള്ള വൈദ്യശ്രേഷ്ഠമുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും ഇടവയുടെ നാമത്തിലും കുടുംബത്തിൻ്റെ നാമത്തിലും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ചെറിയൊരു കാപ്പി ഈ ദേവാലയത്തിൻ്റെ അംഗത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലൂടെ പങ്കെടുത്തതിന് ശേഷം മാത്രമേ മടങ്ങിപ്പോകൂ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഈ ഭൗതിക ശരീരം കല്ലറയിൽ വയ്ക്കുവാനുള്ള കുറച്ച് പേർ മാത്രം ഇവിടെ നിന്നിട്ട് ബാക്കിയുള്ളവർ ദേവാലയത്തിൽ അങ്കണത്തിലേക്ക് പോകണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു.